പ്രിയമുള്ളവരെ, ഏവർക്കും ഹാജാസ് ക്ലാസ്സസിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം. സയൻസ് ആൻഡ് ടെക്നോളജിയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് ഓർഗനൈസേഷൻസ് ഇൻ ഇന്ത്യ പ്രൊമോട്ടിംഗ് ഇൻ്റഗ്രേഷൻ ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ. സയൻസ് ആൻഡ് ടെക്നോളജിയും ഇന്നോവേഷനും പ്രോത്സാഹിപ്പിക്കാനുള്ള ഇന്ത്യയിലെ സ്ഥാപനങ്ങളും സംഘടനകളും വളരെ പ്രധാനപ്പെട്ട സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ടോപ്പിക്കാണ് നമ്മളിന്ന് യൂട്യൂബ് ക്ലാസ്സിലൂടെ കേൾക്കാനും പഠിക്കാനും പോകുന്നത്. ഇന്ത്യയിലെ സയൻസ് ആൻഡ് ടെക്നോളജി അത് നമ്മുടെ സാമൂഹിക പ്രശ്നങ്ങളുടെ മേഖലയിലേക്ക് എങ്ങനെയാണ് ഇതിനെ സയൻസ് ആൻഡ് ടെക്നോളജി വെച്ച് പ്രശ്നങ്ങളുടെ പരിഹാരം കാണുന്നത് എന്നാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ഗവേഷണം നടക്കുന്ന ഒരു മേഖല. അതുകൊണ്ട് തന്നെയാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് പോലെയുള്ള PSCയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരീക്ഷയിൽ 5 മാർക്ക് സയൻസ് ആൻഡ് ടെക്നോളജിക്ക് നൽകിയിട്ടുള്ളത്. അതിൽ ഈ ഒരു ചാപ്റ്റർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. പ്രിയപ്പെട്ടവരെ, സയൻസ് ആൻഡ് ടെക്നോളജിയുടെ മുഴുവൻ ക്ലാസ്സുകളും ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എന്ന പേരിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിന് വേണ്ടി മാത്രം തയ്യാറാക്കുന്ന കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകർ, ഏറ്റവും മികച്ചത് എന്ന് പറഞ്ഞാൽ അത് മികച്ചത് തന്നെയാണ്. ഒരു പക്ഷേ ചിലപ്പോൾ പകരം വയ്ക്കാനില്ലാത്ത ക്ലാസ്സുകൾ അത് ക്രമീകരിച്ചുകൊണ്ട് കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ ഫീസിൽ ക്ലാസ് നൽകുന്ന ഒരു സ്ഥാപനമാണ് ഹാജാസ് ക്ലാസ്സസ്. അതിൻ്റെ ഒരു ക്ലാസ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഒരു ക്ലാസ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ പ്രസൻറ്റ് ചെയ്യുകയാണ്. തുടർന്നും യൂട്യൂബിൽ ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട ടോപ്പിക്കുകളുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇന്ന് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ക്ലാസ്സിലേക്ക് എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്ക്, സഹോദരങ്ങൾക്ക്, ഈ ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന മുഴുവൻ ഉദ്യോഗാർത്ഥികളെയും ഈ ക്ലാസ്സിലേക്ക് ഞാൻ ഹൃദ്യമായി ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നമ്മളിന്ന് ആദ്യമായി പറഞ്ഞ് തുടങ്ങുന്നത് നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള പ്രശസ്തമായ സയൻസ് ആൻഡ് ടെക്നോളജി ഡിപ്പാർട്ട്മെൻറ്റുകളെ കുറിച്ചാണ്, ശാസ്ത്ര സാങ്കേതിക വകുപ്പുകളെ കുറിച്ചാണ്. നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സംഘടനകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റുകളെ കുറിച്ചാണ്. ഒന്ന് സയൻസ് ആൻഡ് ടെക്നോളജി, ശാസ്ത്ര സാങ്കേതിക വകുപ്പ്. കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ശാസ്ത്ര സാങ്കേതിക വകുപ്പ്, ആണവോർജ വകുപ്പ്. ആണവോർജ വകുപ്പ്, ബയോടെക്നോളജി ഡിപ്പാർട്ട്മെന്റ്, ബയോടെക്നോളജി വകുപ്പ്, ശാസ്ത്ര വ്യാവസായിക ഗവേഷണ വകുപ്പ്, ബഹിരാകാശവുമായി ബന്ധപ്പെട്ട അതിൽ ഗവേഷണങ്ങൾ നടത്തുന്ന അല്ലെങ്കിൽ അതിൻ്റെ കണ്ടുപിടുത്തങ്ങളും ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു വകുപ്പ് ബഹിരാകാശ വകുപ്പ്. ഇപ്പോൾ ശാസ്ത്രം, സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് വെച്ചാൽ എന്താണെന്നറിയാം. സോ വി ആർ ലിവിങ് ഇൻ സയൻസ് ആൻഡ് ടെക്നോളജി വേൾഡ് എന്ന് പറയാം. അപ്പം സയൻസും ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾക്ക് പ്രോത്സാഹനം നൽകുക, അതിൻ്റെ ഗവേഷണങ്ങൾ, അതിൻ്റെ കണ്ടുപിടുത്തങ്ങൾ, ഇതിനെല്ലാം പ്രോത്സാഹിപ്പിക്കുക, അതിനുള്ള വേദികൾ ഒരുക്കുക, അതിന് പ്രൊമോഷൻസ് നൽകാൻ വേണ്ടിയിട്ടുള്ള പുരസ്കാരങ്ങൾ നൽകുക. ഇങ്ങനെ അത് സ്കൂൾ തലം മുതലേ, കുഞ്ഞു ക്ലാസ്സുകൾ മുതലേ തന്നെ അതിന് പ്രോത്സാഹനങ്ങൾ സർക്കാർ തലത്തിൽ ഏർപ്പെടുത്തുക. ഇതൊക്കെ ശാസ്ത്ര സാങ്കേതിക വകുപ്പിന് കീഴിലുള്ളതാണ്. ആണവോർജം, അറ്റോമിക് എനർജിയുമായി ബന്ധപ്പെട്ട ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിനകത്തിരിക്കുന്ന ന്യൂക്ലിയസ് ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എനർജി അല്ലെങ്കിൽ അസോസിയേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫ്യൂഷൻ എനർജി, അതുമായിട്ട് ബന്ധപ്പെട്ട് ആറ്റം ബോംബുമായിട്ട് ബന്ധപ്പെട്ട് ന്യൂക്ലിയർ റിയാക്ടറുകളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. അതിൻ്റെ പ്രോത്സാഹനം, അതിൻ്റെ ഗവേഷണം, കണ്ടുപിടുത്തം ഒക്കെയാണ് ആണവോർജ വകുപ്പ് ലക്ഷ്യമിടുന്നത്. ബയോടെക്നോളജി നമുക്കറിയാം, BT വഴുതനങ്ങ അല്ലേ. അതായത് ബയോടെക്നോളജി എന്ന് പറഞ്ഞാൽ നമ്മളതിനകത്ത് വിശദമായിട്ട് നമ്മൾ പിന്നീട് പഠിക്കും. പണ്ട് കാലങ്ങളിൽ ഒരു മാവിന് എത്ര ഉയരമുണ്ടായിരുന്നോ അത്രയും ഉയരം ഇന്ന് ബയോടെക്നോളജിയിലൂടെ ഡെവലപ്പ് ചെയ്യുന്ന മാവിന് ഇല്ല. നെല്ല് പണ്ട് കാലങ്ങളിൽ എത്ര ദിവസം കൊണ്ടാണോ നമ്മൾ വിളവെടുത്തിരുന്നത് അത്രയും ദിവസങ്ങൾ ഇന്ന് വേണ്ട. ബയോടെക്നോളജിക്ക് ഡീമെരിറ്റുകളുമുണ്ട്, മെരിറ്റുകളുമുണ്ട്. ശാസ്ത്ര വ്യാവസായിക ഗവേഷണ വകുപ്പ്, ബഹിരാകാശ വകുപ്പ്, ഈ 5 വകുപ്പുകളും കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള പ്രധാനപ്പെട്ട ശാസ്ത്ര സാങ്കേതിക വകുപ്പുകളാണ്. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ സ്ഥാപനം ഇന്ത്യൻ അക്കാഡമി ഓഫ് സയൻസ്. ഇന്ത്യൻ അക്കാഡമി ഓഫ് സയൻസ് സ്ഥാപിച്ചത് CV രാമൻ. ഏത് വർഷം? 1934 സ്ഥാപിച്ചത് CV രാമൻ. ആദ്യത്തെ പ്രസിഡന്റും CV രാമൻ. അപ്പോൾ
ഇന്ത്യൻ അക്കാഡമി ഓഫ് സയൻസ് സ്ഥാപിതമായ വർഷം 1934. സ്ഥാപിച്ചത് CV രാമൻ. ആദ്യത്തെ പ്രസിഡന്റും CV രാമൻ. ലക്ഷ്യങ്ങൾ സയൻസുമായി ബന്ധപ്പെട്ടത് വിവിധ ശാസ്ത്ര വിഷയങ്ങൾക്കുള്ള ഗവേഷണ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. സയൻസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഗവേഷണങ്ങളുടെ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. ശാസ്ത്രം സംസാരിക്കുന്ന, ശാസ്ത്രത്തെ ചർച്ച ചെയ്യുന്ന, ശാസ്ത്രത്തെക്കുറിച്ച് പറയാൻ പറ്റുന്ന വേദികൾ ഒരുക്കുക. ഇനി മികച്ച ഗവേഷണ ഫലങ്ങൾ, ഓരോരുത്തരും റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്ന റിസൾട്ടുകൾ പ്രസിദ്ധീകരിക്കുക. അപ്പം അവിടെ നിന്ന് വേറൊരാൾക്ക് വേണമെങ്കിൽ ഡൈവേർട്ട് ചെയ്ത് അതിൻ്റെ മുന്നോട്ടുള്ള പ്രയാണം ആരംഭിക്കാനും ഒക്കെ കഴിയും. അങ്ങനെ വിവിധ ശാസ്ത്ര വിഷയങ്ങൾക്കുള്ള ഗവേഷണങ്ങൾ, പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുക. ശാസ്ത്ര ചർച്ചകൾക്കും സമ്മേളനങ്ങൾക്കുമുള്ള വേദികൾ ഒരുക്കുക. പിന്നെ മികച്ച ഗവേഷണ ഫലങ്ങൾ പ്രസിദ്ധീകരിക്കുക. ഇതെല്ലാം ലക്ഷ്യമിട്ടുകൊണ്ട് 1934 CV രാമൻ പ്രസിഡന്റ് ആയിക്കൊണ്ട് CV രാമൻ ആരംഭിച്ച ഒന്നാണ് ഇന്ത്യൻ അക്കാഡമി ഓഫ് സയൻസസ്. ഇന്ത്യൻ അക്കാഡമി ഓഫ് സയൻസസ് സ്ഥാപിതമായ വർഷം 1934. CV രാമനാണ് ഇത് ആരംഭിക്കുന്നത്. ഇതിന് ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു നമ്മൾ ക്ലാസ്സിനകത്ത് വ്യക്തമായി ചർച്ച ചെയ്തു. ഇനി ഇന്ത്യൻ അക്കാഡമി ഓഫ് സയൻസസിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളും സംഭാവനകളുമാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. ഒന്ന്, അക്കാഡമി ഫെലോഷിപ്പ് നൽകുക. ശാസ്ത്ര വിദ്യാഭ്യാസ പ്രോഗ്രാമുകൾ. രാമൻ ചെയർ ഫെലോഷിപ്പ്, അദ്ദേഹത്തിൻ്റെ പേരിലാണല്ലോ ഇത് ആരംഭിച്ചത്. ജൂബിലി ചെയർ പ്രൊഫസർഷിപ്പ്, വിമൻ സയൻസ് പാനൽ, ഇതെല്ലാമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളും സംഭാവനകളും. നമ്മുടെ CV രാമനോടുള്ള ബഹുമാനാർത്ഥം ഇന്ത്യൻ ഗവൺമെൻറ് 1972 രാമൻ ചെയർ സ്ഥാപിക്കുന്നു. സയൻസിനുള്ള നൊബേൽ സമ്മാനം ആദ്യമായി ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് CV രാമനാണ്, സയൻസിനുള്ളത്. എന്നാൽ നൊബേൽ സമ്മാനത്തെ ആദ്യമായി ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത് രവീന്ദ്രനാഥ് ടാഗോറാണ്, ഗീതാഞ്ജലി എന്ന് പറയുന്ന കൃതിക്ക്. ശ്രദ്ധിച്ച് കേൾക്കേണ്ടത്, ഇവിടെ എന്താ പറയുക, നൊബേൽ സമ്മാനം നേടുന്ന ആദ്യത്തെ ഏഷ്യക്കാരൻ പോലും, ശാസ്ത്രത്തിന് നേടുന്ന ആദ്യത്തെ ഏഷ്യക്കാരൻ പോലും CV രാമനാണ്. അദ്ദേഹത്തോടുള്ള ബഹുമാനാർത്ഥം ഇന്ത്യൻ ഗവൺമെൻറ് 1972 രാമൻ ചെയർ ആരംഭിക്കുന്നു. ഇതിൻ്റെ ജൂബിലി ചെയർ ആരംഭിച്ചത് 2009 ആണ്. 2009 ഈ അടുത്ത പോയിന്റ് ശ്രദ്ധിച്ച് കേൾക്കണം. ബയോഡൈവേഴ്സിറ്റിയെക്കുറിച്ചുള്ള വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടി ഇന്ത്യൻ അക്കാഡമി ഓഫ് സയൻസും, നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ അക്കാഡമി ഓഫ് സയൻസും സെൻറ്റർ ഫോർ ഇക്കോളജിക്കൽ സയൻസും സംയുക്തമായിട്ട് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് പ്രോജക്റ്റ് ലൈഫ് സ്കേപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജൈവവൈവിധ്യത്തെക്കുറിച്ച്, ബയോഡൈവേഴ്സിറ്റിയെക്കുറിച്ച് വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടി ഇന്ത്യൻ അക്കാഡമി ഓഫ് സയൻസസും അതേപോലെ സെൻറ്റർ ഫോർ എക്കോളജിക്കൽ സയൻസും സംയുക്തമായിട്ട് ആരംഭിച്ച പദ്ധതിയാണ് പ്രോജക്റ്റ് ലൈഫ്സ്കേപ്പ് എന്ന് പറയുന്നത്. ഈ പ്രോജക്റ്റ് ലൈഫ്സ്കേപ്പിൽ സൂക്ഷ്മാണുക്കൾ, മൈക്രോബ്സ്, സസ്യങ്ങൾ, പ്ലാന്റുകൾ, ആനിമൽസ് എന്നിവയുടെ 1500ഓളം ഇന്ത്യൻ സ്പീഷീസുകളെ കുറിച്ച് വിവരങ്ങൾ പ്രസിദ്ധീകരിക്കുക എന്നതായിരുന്നു ഇതിൻ്റെ പ്രഥമമായ ലക്ഷ്യം. 1500ഓളം ഇന്ത്യൻ സ്പീഷീസുകളെ കുറിച്ച് വിവരങ്ങൾ പ്രസിദ്ധീകരിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. ആരുടെ ലക്ഷ്യം? ഈ ബയോഡൈവേഴ്സിറ്റിയെക്കുറിച്ച് ആ ഒരു വിദ്യാഭ്യാസം കൊടുക്കണമല്ലോ. നമ്മുടെ ലോകത്ത് വിവിധ തരത്തിലുള്ള ജീവജാലങ്ങളുണ്ട്. അതിൻ്റെ പ്രത്യേകതകൾ, അതിൻ്റെ വൈവിധ്യത്തെക്കുറിച്ച് വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടി ഇന്ത്യൻ അക്കാഡമി ഓഫ് സയൻസസും സെൻറ്റർ ഫോർ എക്കോളജിക്കൽ സയൻസും സംയുക്തമായിട്ട് ഉണ്ടാക്കിയെടുത്തൊരു പരിപാടിയാണ് പ്രോജക്റ്റ് ലൈഫ്സ്കേപ്പ് എന്ന് പറയുന്നത്. ഈ പ്രോജക്റ്റ് ലൈഫ്സ്കേപ്പിൽ മൈക്രോബ്സിനെ കുറിച്ച്, സൂക്ഷ്മജീവികളെക്കുറിച്ച്, സസ്യങ്ങളെക്കുറിച്ച്, മൃഗങ്ങളെക്കുറിച്ച് ഇങ്ങനെ 1500ഓളം വരുന്ന ഇന്ത്യൻ സ്പീഷീസുകളെക്കുറിച്ച് വിവരങ്ങൾ പ്രസിദ്ധീകരിക്കുന്നു. അതിലൂടെ വായിച്ച് നമ്മുടെ ലോകത്തിലെ ജൈവ വൈവിധ്യത്തെക്കുറിച്ച് വായനക്കാരന് ഒരു അവബോധം ഉണ്ടാക്കാൻ കഴിയും എന്നതാണ്.
ഈ പദ്ധതിയുടെ ഭാഗമായി 1500ഓളം സ്പീഷീസുകളെയാണ് ലക്ഷ്യമിട്ടത്. അങ്ങനെ ഈ പദ്ധതിയുടെ ഭാഗമായി പ്രസിദ്ധീകരിച്ച കുറച്ച് പുസ്തകങ്ങളുണ്ട്. ഒന്ന് ബട്ടർഫ്ലൈസ് ഓഫ് പെനിൻസുലാർ ഇന്ത്യ. ബട്ടർഫ്ലൈസ് ഓഫ് പെനിൻസുലാർ ഇന്ത്യ ഈ പറയുന്ന പ്രോജക്റ്റ് ലൈഫ്സ്കേപ്പിന്റെ ഭാഗമായി പ്രസിദ്ധീകരിച്ച പുസ്തകമാണ്. അതേപോലെ ഫ്രഷ് വാട്ടർ ഫിഷസ് ഓഫ് പെനിൻസുലാർ ഇന്ത്യ, ഫ്രഷ് വാട്ടർ ഫിഷസ് ഓഫ് പെനിൻസുലാർ ഇന്ത്യ, ബട്ടർഫ്ലൈസ് ഓഫ് പെനിൻസുലാർ ഇന്ത്യ, ആംഫിബിയൻസ് ഓഫ് പെനിൻസുലാർ ഇന്ത്യ, അതുപോലെ ഡ്രാഗൺ ഫ്ലൈസ് ആൻഡ് ഡാംസ് ലൈസ് ഓഫ് പെനിൻസുലാർ ഇന്ത്യ എന്ന് പറയുന്നതെല്ലാം ഫീൽഡ് ഗൈഡ് എന്ന് പറയുന്ന ഈ പറയുന്ന പുസ്തകങ്ങളെല്ലാം തന്നെ ഈ ഒരു പദ്ധതിയുടെ പ്രോജക്റ്റ് ലൈഫ്സ്കേപ്പിൻ്റെ ഭാഗമായി പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങളാണ്. ഈ എന്താ പറയുക, മൈക്രോബുകളെക്കുറിച്ച്, സൂക്ഷ്മജീവികളെക്കുറിച്ച്, സസ്യങ്ങളെക്കുറിച്ച്, മൃഗങ്ങളെക്കുറിച്ച് 1500ഓളം ജീവജാലങ്ങളെക്കുറിച്ച്, സ്പീഷീസുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ പ്രസിദ്ധീകരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇന്ത്യൻ അക്കാഡമി ഓഫ് സയൻസും അതേപോലെ സെൻറ്റർ ഫോർ എക്കോളജിക്കൽ സയൻസും സംയുക്തമായിട്ട് പ്രോജക്റ്റ് ലൈഫ്സ്കേപ്പ് എന്ന് പറയുന്ന ഒരു പദ്ധതി ഉണ്ടാക്കിയത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറഞ്ഞിരിക്കുന്ന 4 പുസ്തകങ്ങൾ: ബട്ടർഫ്ലൈസ് ഓഫ് പെനിൻസുലാർ ഇന്ത്യ, ഫ്രഷ് വാട്ടർ ഫിഷസ് ഓഫ് പെനിൻസുലാർ ഇന്ത്യ, ആംഫിബിയൻസ് ഓഫ് പെനിൻസുലാർ ഇന്ത്യ, ഡ്രാഗൺ ഫ്ലൈസ്, അതുപോലെ തന്നെ ഡാംസ് ലൈസ് ഓഫ് പെനിൻസുലാർ ഇന്ത്യ, എ ഫീൽഡ് ഗൈഡ് എന്ന് പറയുന്ന ഈ 4 പുസ്തകങ്ങൾ അതിൻ്റെ ഭാഗമായി പ്രസിദ്ധീകരിച്ചതാണ്. ഓക്കെ, നമുക്ക് ഒരു വട്ടം കൂടി നമുക്ക് ഈ കാര്യങ്ങളെല്ലാം ഒന്നുകൂടി പറഞ്ഞിട്ട് നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. ഇന്ത്യൻ അക്കാഡമി ഓഫ് സയൻസസ് 1934 CV രാമൻ സ്ഥാപിച്ചു. ആദ്യ പ്രസിഡന്റ് CV രാമൻ തന്നെയാണ്. വിവിധ ശാസ്ത്ര വിഷയങ്ങൾക്ക് ഗവേഷണ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, ശാസ്ത്ര ചർച്ചകൾക്കും സമ്മേളനങ്ങൾക്കും വേദി ഒരുക്കുക, മികച്ച ഗവേഷണ ഫലങ്ങൾ പ്രസിദ്ധീകരിക്കുക, ഇതെല്ലാമാണ് പ്രഥമമായ ലക്ഷ്യം. ഈ ഒരു ഇന്ത്യൻ അക്കാഡമി ഓഫ് സയൻസസിൻ്റെ പ്രധാനപ്പെട്ട സംഭാവനകളും പ്രവർത്തനങ്ങളും അക്കാഡമി ഫെലോഷിപ്പ്, ശാസ്ത്ര വിദ്യാഭ്യാസ പ്രോഗ്രാമുകൾ, രാമൻ ചെയർ ഫെലോഷിപ്പ്, ജൂബിലി ചെയർ പ്രൊഫസർഷിപ്പ്, രാമൻ ചെയർ ഫെലോഷിപ്പ് അല്ല പ്രൊഫസർഷിപ്പ്, വിമൻ സയൻസ് പാനൽ. CV രാമനോടുള്ള ബഹുമാനാർത്ഥം 1972 രാമൻ ചെയർ സ്ഥാപിക്കുന്നു. ജൂബിലി ചെയർ സ്ഥാപിച്ചത് 2009 ജൈവ വൈവിധ്യങ്ങളെക്കുറിച്ചുള്ള വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടി ഇന്ത്യൻ അക്കാഡമി ഓഫ് സയൻസസും സെന്റർ ഫോർ എക്കോളജിക്കൽ സയൻസസും സംയുക്തമായിട്ട് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് പ്രോജക്റ്റ് ലൈഫ്സ്കേപ്പ്. എന്നാൽ ഇതിനകത്ത് സൂക്ഷ്മജീവികൾ, സസ്യങ്ങൾ, മൃഗങ്ങൾ ഇങ്ങനെ 1500ഓളം ജീവികളെക്കുറിച്ച്, ഇന്ത്യൻ ജീവികളെക്കുറിച്ചുള്ള വിവരങ്ങൾ പ്രസിദ്ധീകരിക്കുക എന്നതായിരുന്നു ലൈഫ്സ്കേപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം. ഇതിൻ്റെ ഭാഗമായി 4 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നു. അതിലൊന്ന് ബട്ടർഫ്ലൈസ് ഓഫ് പെനിൻസുലാർ ഇന്ത്യ, ഫ്രഷ് വാട്ടർ ഫിഷസ് ഓഫ് പെനിൻസുലാർ ഇന്ത്യ, ആംഫിബിയൻസ് ഓഫ് പെനിൻസുലാർ ഇന്ത്യ, ഡ്രാഗൺ ഫ്ലൈസ് ആൻഡ് ഡാംസ് ലൈഫ് ഓഫ് പെനിൻസുലാർ ഇന്ത്യ, എ ഫീൽഡ് ഗൈഡ് എന്നതായിരുന്നു 4 പുസ്തകങ്ങൾ. അപ്പോൾ ഒരു സ്ഥാപനത്തെക്കുറിച്ച് വളരെ ഗംഭീരമായി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഒരു സാധാരണക്കാരന് മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിൽ നമ്മളത് പഠിച്ചു കഴിഞ്ഞു. ഇനി രണ്ടാമത് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യൻ നാഷണൽ അക്കാഡമി ഓഫ് സയൻസസ് ഇന്ത്യ എന്നതാണ്. ഇന്ത്യൻ നാഷണൽ അക്കാഡമി ഓഫ് സയൻസസ് ഇന്ത്യ. ഒന്നുകൂടി പറയാം, ഇന്ത്യൻ നാഷണൽ അക്കാഡമി ഓഫ് സയൻസസ് ഇന്ത്യ. നേരത്തെ പഠിച്ചത് ഓർമ്മയുണ്ട്, ഇന്ത്യൻ നാഷണൽ അക്കാഡമി ഓഫ് സയൻസസ് ഇന്ത്യ. എടാ ശ്രദ്ധിച്ച് കേൾക്കണം, 1930 ഇത് സ്ഥാപിതമായത്. മേഘനാഥ് നാഹയാണ് സ്ഥാപക പ്രസിഡന്റ്. മേഘനാഥ് സാഹയാണ് സ്ഥാപിത പ്രസിഡന്റ്. ആരംഭിച്ച വർഷം 1930. നമ്മൾ നേരത്തെ പറഞ്ഞതിലും CV രാമൻ സ്ഥാപിച്ച സ്ഥാപനത്തിനും തൊട്ടു മുമ്പേ ആണെങ്കിൽ ഇതിന് വേറൊരു പ്രത്യേകതയുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ സയൻസ് അക്കാഡമി, ഇന്ത്യയിലെ ആദ്യത്തെ സയൻസ് അക്കാഡമിയാണ്. പ്രശസ്തരായ അല്ലെങ്കിൽ പ്രശസ്തരല്ലാത്ത ശാസ്ത്രജ്ഞന്മാരുടെ ഗവേഷണ പഠനങ്ങൾ പ്രസിദ്ധീകരിക്കുക, അതാണ് ഏറ്റവും പ്രഥമമായ ഇവരുടെ ലക്ഷ്യം. ഓരോ സയൻറ്റിസ്റ്റുകളും അവരുടെ ഗവേഷണങ്ങൾ കണ്ടുപിടിക്കുന്ന കാര്യങ്ങളെ പ്രസിദ്ധീകരിക്കുക, എന്നിട്ട് അതിൻ്റെ ചർച്ചകൾ, അതിൻ്റെ ബാക്കിയുള്ള അവലോകനങ്ങൾ, ഇതെല്ലാമാണ്. ഞാനൊരു സാധനം കണ്ടുപിടിച്ചെൻ്റെ വീട്ടിൽ വെച്ചിരുന്നാൽ മതിയോ? അത് പ്രസിദ്ധീകരിക്കണ്ടേ? ആ പ്രസിദ്ധീകരിച്ചതിന് ശേഷം
ശാസ്ത്രജ്ഞരും അല്ലെങ്കിൽ സയൻസുമായി ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ ഇരുന്ന് തന്നെ ചർച്ച ചെയ്യുക. അതുകൊണ്ട് ലോകത്തിന് എന്ത് ഗുണം എന്ന് ചർച്ച ചെയ്യണ്ടേ? പ്രസ്തുത പഠനത്തെപ്പറ്റി ചർച്ചകൾ നടത്താനും വിവിധ കാഴ്ചപ്പാടുകൾ പങ്കിടാനും ദേശീയ തലത്തിൽ തന്നെ വേദികൾ സംഘടിപ്പിക്കുക എന്നതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ദ നാഷണൽ അക്കാഡമി ഓഫ് സയൻസസ് ഇന്ത്യ 1930 സ്ഥാപിതം. മേഘനാഥ് സാഹയാണ് സ്ഥാപക പ്രസിഡന്റ്. ഇതിൻ്റെ പഴയകാല പേര് ദ അക്കാഡമി ഓഫ് സയൻസസ് ഓഫ് യുണൈറ്റഡ് പ്രൊവിൻസസ് ഓഫ് ആഗ്ര ആൻഡ് ഔദ്. ശ്രദ്ധിക്കുക, ദ അക്കാഡമി ഓഫ് സയൻസസ് ഓഫ് യുണൈറ്റഡ് പ്രൊവിൻസസ് ഓഫ് ആഗ്ര ആൻഡ് ഔദ് എന്നതാണ് ഇതിൻ്റെ പഴയകാല പേര്. ആദ്യത്തെ സയൻസ് അക്കാഡമി, ഇന്ത്യയിലെ ഫസ്റ്റ് സയൻസ് അക്കാഡമി ഇൻ ഇന്ത്യ. ഇത് സ്ഥാപിതമായ വർഷം 1930. മേഘനാഥ് സാഹ സ്ഥാപക പ്രസിഡന്റ്. ഇന്ത്യൻ ശാസ്ത്രജ്ഞന്മാരുടെ ഗവേഷണ ഫലങ്ങളെ പ്രസിദ്ധീകരിക്കുക, പ്രസ്തുത പഠനങ്ങളെപ്പറ്റി ചർച്ച നടത്തുക, വിവിധ കാഴ്ചപ്പാടുകൾ പങ്കിടുക, അങ്ങനെ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വേദികൾ സംഘടിപ്പിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. ദ നാഷണൽ അക്കാഡമി ഓഫ് സയൻസസ് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. സാമൂഹിക വിഷയങ്ങളിലുള്ള പ്രശ്നങ്ങളിൽ നമുക്ക് എന്തെങ്കിലും സാമൂഹിക വിഷയങ്ങളുണ്ടെങ്കിൽ സയൻസ് ആൻഡ് ടെക്നോളജിക്ക് എന്ത് ചെയ്യാൻ കഴിയും? അതിന് പരിഹാരം കണ്ടെത്താനായിട്ടുള്ള സെമിനാറുകൾ, വർക്ക്ഷോപ്പുകൾ, നയരൂപീകരണങ്ങൾ എന്നിവയാണ് അക്കാഡമിയുടെ പ്രവർത്തന മേഖലകൾ. അക്കാഡമിയുടെ വേറെ പ്രവർത്തന മേഖലകൾ, ഒരു സാമൂഹിക വിഷയമുണ്ടെങ്കിൽ അത് സയൻസ് ആൻഡ് ടെക്നോളജിയിലൂടെ എങ്ങനെ സോൾവ് ചെയ്യും? അതിനു വേണ്ടിയിട്ടുള്ള സെമിനാറുകൾ, വർക്ക്ഷോപ്പുകൾ, നയരൂപീകരണങ്ങൾ, ഇതൊക്കെയാണ് ഈ അക്കാഡമിയുടെ പ്രധാനപ്പെട്ട പ്രവർത്തന മേഖലകൾ എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ 2 സെറ്റ്. അടിപൊളിയല്ലേ? ഓക്കെ, അടിപൊളിയായിട്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത പോയിന്റിലേക്ക് കടക്കുകയാണ്. ഇന്ത്യൻ നാഷണൽ സയൻസ് അക്കാഡമി. ശ്രദ്ധിക്കണം, ഇന്ത്യൻ നാഷണൽ സയൻസ് അക്കാഡമി സ്ഥാപിതമായ വർഷം 1935 ജനുവരി 7 ഇന്ത്യൻ നാഷണൽ സയൻസ് അക്കാഡമി. ഇത് സ്ഥാപിതമായ വർഷം 1935 ജനുവരി 7 ഇത് നിലവിൽ വന്നപ്പോൾ ആസ്ഥാനം ബംഗാൾ, ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ ആണ്. ഇത് നിലവിൽ വന്നപ്പോഴുള്ള ആസ്ഥാനം ഇപ്പോൾ ഡൽഹിയാണ്, ഇപ്പോൾ ന്യൂഡൽഹിയാണ്. 1951 വരെ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാളിലായിരുന്നെങ്കിൽ 1951 മുതൽ ഇന്ത്യൻ നാഷണൽ സയൻസ് അക്കാഡമിയുടെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. പക്ഷേ പണ്ട് അറിയപ്പെട്ടിരുന്ന പേര് എന്താണ് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം, ആദ്യകാല നാമം എന്ന് പറയുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസസ് ഓഫ് ഇന്ത്യ എന്നാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസസ് ഓഫ് ഇന്ത്യ എന്ന ആദ്യകാല നാമം. ഇന്ത്യൻ നാഷണൽ അക്കാഡമി ഓഫ് സയൻസ് എന്ന് മൊഴിമാറ്റം നടത്തിയത് 1970 1970 മുതലാണ് ഈ ഒരു പേര് കിട്ടിയത്. ശ്രദ്ധിക്കണം, ഇതിൻ്റെ ആസ്ഥാനം ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ ആണ്. എന്നാൽ 1951 മുതൽ ആസ്ഥാനം ന്യൂഡൽഹി ആയി. ആദ്യകാലങ്ങളിൽ ഇന്ത്യൻ നാഷണൽ സയൻസ് അക്കാഡമി അറിയപ്പെട്ടിരുന്നത് എന്ത് പേരിലാണ് എന്ന് ചോദിച്ചാൽ അത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസസ് ഓഫ് ഇന്ത്യ എന്നാണ്. 1970 ഇതിന് പേര് മാറ്റി ഇന്ത്യൻ നാഷണൽ സയൻസ് അക്കാഡമി എന്ന് ആക്കിയത്. ഒരൊറ്റ ലക്ഷ്യം സയൻസിനെ ഡെവലപ്പ് ചെയ്യുക. അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞതിലാണെങ്കിലോ, ശാസ്ത്രജ്ഞന്മാരുടെ ഗവേഷണ ഫലങ്ങൾ പ്രസിദ്ധീകരിക്കുക, എന്നിട്ട് അവിടെ ഇരുന്ന് ചർച്ച ചെയ്യുക, അതിനെക്കുറിച്ചുള്ള നിരൂപണങ്ങൾ തയ്യാറാക്കുന്ന വേദികൾ ഉണ്ടാക്കുക, ഏതെങ്കിലും സാമൂഹികമായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് സയൻസ് ആൻഡ് ടെക്നോളജിയിലൂടെ എങ്ങനെ സോൾവ് ചെയ്യാം, അതിൻ്റെ വർക്ക്ഷോപ്പുകൾ, സെമിനാറുകൾ, ഇതൊക്കെയായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞത്. ഇവർക്ക് ഒരൊറ്റ ലക്ഷ്യം സയൻസിൻ്റെ ഡെവലപ്മെൻറ്റ്. ഇന്ത്യയിലെ ശാസ്ത്രമേഖല വളർത്തുക, മനുഷ്യരാശിയുടെയും രാജ്യത്തിൻ്റെയും ക്ഷേമ പ്രവർത്തനങ്ങൾ മുൻനിർത്തി ശാസ്ത്രവിജ്ഞാനം കൂട്ടുക, പ്രചരിപ്പിക്കുക, ഇതൊക്കെയാണ്. അതായത് ഡെവലപ്മെൻറ്റ് ഓഫ് സയൻസ് ഇൻ ഇന്ത്യ ഇതായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട എയിം, അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. മനുഷ്യരാശിയുടെയും രാജ്യത്തിൻ്റെയും ക്ഷേമപ്രവർത്തനങ്ങൾ മുൻനിർത്തിക്കൊണ്ട് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സയൻസിനെ എന്ത് ചെയ്യുന്നത്, പരിപോഷിപ്പിച്ചെടുക്കുന്നത്. 1935 ജനുവരി 7 ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ ആസ്ഥാനമായി പ്രവർത്തിച്ചിരുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസസ് ഓഫ് ഇന്ത്യ പേര് മാറ്റി ഇന്ത്യൻ നാഷണൽ സയൻസ് അക്കാഡമി എന്നാകുന്നു 1970.
ഓക്കെ, ക്ലിയർ ആണ് എല്ലാം. അപ്പം ഇപ്പോൾ നമ്മൾ 3 എണ്ണമാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. 3 സ്ഥാപനങ്ങൾ, 3 സംഘടനകളാണ് പഠിച്ചത്. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് നാഷണൽ എൻവയോൺമെൻറ്റൽ സയൻസ് അക്കാഡമി. പേരിൽ തന്നെയുണ്ട് എൻവയോൺമെൻറ്റ്, പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടത്. അതായത് പരിസ്ഥിതിയുടെ പ്രാധാന്യം, പരിസ്ഥിതിയുടെ പ്രശ്നങ്ങളുടെ ആഘാതം, ഇതൊക്കെ സമൂഹത്തിൽ പ്രചരിപ്പിക്കുക. പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഭാവിയിൽ എന്തെല്ലാം ദോഷങ്ങളാണ് ഉണ്ടാക്കാൻ പോകുന്നത്, അതിനെക്കുറിച്ച് അത് ചർച്ച ചെയ്യുന്ന ലെക്ചറുകൾ, പരിശീലന പരിപാടികൾ, സെമിനാറുകൾ, പൊതുചർച്ചകൾ, പ്രസിദ്ധീകരണങ്ങൾ. ഇതിലൂടെ പരിസ്ഥിതിയുടെ പ്രാധാന്യം എന്താണ്, പരിസ്ഥിതി നാളെ നമ്മൾ എന്ന തലമുറ മാറിയാൽ ഈ ലോകം നശിക്കണം എന്നാണോ നമ്മുടെ വിചാരം? നാളെയും ഈ ലോകം നിലനിൽക്കണ്ടേ? നാളത്തെ ഒരു തലമുറയ്ക്ക് വേണ്ടി കൂടി ബാക്കി വെക്കണ്ടേ ഇവിടെ? അതിനുവേണ്ടി പരിസ്ഥിതിയുടെ പ്രാധാന്യവും പാരിസ്ഥിതിക പ്രശ്നങ്ങളുടെ ആഘാതം നിങ്ങൾ ഇങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ ഭാവിയിൽ എന്താണ് ഉണ്ടാകാൻ പോകുന്നത് എന്ന് സമൂഹത്തിൽ പ്രചരിപ്പിക്കണം. നിങ്ങളത് ചെയ്യരുത്. നിങ്ങൾ പ്ലാസ്റ്റിക് കത്തിക്കരുത്. നിങ്ങൾ പ്ലാസ്റ്റിക് കത്തിക്കരുത്. നിങ്ങൾ കാർബണിൻ്റെ ഉപയോഗം പരമാവധി കുറയ്ക്കണം. സ്ഥാപിതമായ വർഷം 1988, ന്യൂഡൽഹി. പ്രൊഫസർ TRC സിൻഹ സ്ഥാപിച്ച സ്ഥാപനം നാഷണൽ എൻവയോൺമെൻറ്റൽ സയൻസ് അക്കാഡമി. നാഷണൽ എൻവയോൺമെൻറ്റൽ സയൻസ് അക്കാഡമി 1988 സ്ഥാപിച്ചത് സിൻഹയാണ്. പരിസ്ഥിതിയുടെ പ്രാധാന്യം, പരിസ്ഥിതിയുടെ പ്രശ്നങ്ങളുടെ ആഘാതം ഇത് പൊതുസമൂഹത്തിൽ പ്രചരിപ്പിക്കുക എന്നത് ലക്ഷ്യം, നല്ല ലക്ഷ്യമാണ് നാഷണൽ എൻവയോൺമെൻറ്റൽ സയൻസ് ഓഫ് അക്കാഡമിക്കുള്ളത്. അടുത്ത് നമ്മൾ പറയുന്നു നാഷണൽ അക്കാഡമി ഓഫ് ബയോളജിക്കൽ സയൻസസ്. നാഷണൽ അക്കാഡമി ഓഫ് ബയോളജിക്കൽ സയൻസസ്. നാഷണൽ അക്കാഡമി ഓഫ് ബയോളജിക്കൽ സയൻസസ്. ഞാൻ വരയിടുന്നു, ഞാൻ വട്ടം വരയ്ക്കുന്നു, ബയോളജിക്കൽ സയൻസസ് എന്ന് പറഞ്ഞാൽ ജീവശാസ്ത്രം, ആ മേഖലയിലെ ഗവേഷണ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുക, ഗവേഷകർക്ക് ചർച്ചകൾ നടത്താനായിട്ടുള്ള പൊതുവേദികൾ ഒരുക്കുക എന്നതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. ജീവശാസ്ത്രം, അതായത് ബയോളജിയിലെ വിവിധ മേഖലകളിലെ ഗവേഷണ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, ഗവേഷകർക്ക് ചർച്ചകൾ നടത്തുന്നതിനായിട്ടുള്ള പൊതുവേദികൾ ഒരുക്കുക. ഇതിൻ്റെ സ്ഥാപക പ്രസിഡന്റ് കണ്ണയ്യൻ. പറയണം, കണ്ണയ്യനാണ് സ്ഥാപക പ്രസിഡന്റ്. സ്ഥാപിതമായ വർഷം 2004 ഡിസംബർ 31. ആസ്ഥാനം ചെന്നൈ. നാഷണൽ അക്കാഡമി ഓഫ് ബയോളജിക്കൽ സയൻസസ് പേരിൽ തന്നെയുണ്ട്. ജീവശാസ്ത്ര മേഖലയിലെ ഗവേഷണ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, ഗവേഷകർക്ക് ചർച്ചകൾ നടത്തുന്നതിനായി പൊതുവേദികൾ ഒരുക്കുക. ഇതാണ് നാഷണൽ അക്കാഡമി ഓഫ് ബയോളജിക്കൽ സയൻസസിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇതിൻ്റെ സ്ഥാപക പ്രസിഡന്റ് ഡോക്ടർ എസ് കണ്ണയ്യനാണ്. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, സ്ഥാപക പ്രസിഡന്റ് ഒരു തമിഴ് പേരിനോട് സാമ്യതയുണ്ട്. ആസ്ഥാനം ചെന്നൈയാണ്. 2004 ഡിസംബർ 31 നാഷണൽ അക്കാഡമി ഓഫ് ബയോളജിക്കൽ സയൻസസ് സ്ഥാപിതമായത്. ഇനി നമുക്ക് കേൾക്കാനുള്ളത് നാഷണൽ അക്കാഡമി ഓഫ് മെഡിക്കൽ സയൻസസിനെ കുറിച്ചാണ്. നാഷണൽ അക്കാഡമി ഓഫ് മെഡിക്കൽ സയൻസസ്. നാഷണൽ അക്കാഡമി ഓഫ് മെഡിക്കൽ സയൻസസ് സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം കുറച്ചുകൂടി നമ്മളിപ്പോൾ പറഞ്ഞതിനേക്കാളൊക്കെ ഇച്ചിരി കൂടെ പ്രാധാന്യമുള്ള ഒന്നാണ് നാഷണൽ അക്കാഡമി ഓഫ് മെഡിക്കൽ സയൻസസ് എന്ന് പറയുന്ന സ്ഥാപനം. അതായത് സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് 21 പ്രകാരം 1860 ഇന്ത്യൻ അക്കാഡമി ഓഫ് മെഡിക്കൽ സയൻസസ് എന്ന പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. അപ്പോൾ ശ്രദ്ധിക്കണം, ഇത് രജിസ്റ്റർ ചെയ്യപ്പെട്ട വർഷം. ഓക്കെ, അപ്പോൾ ഈ ഒരു ആക്ട് 1860 ആക്ട് പ്രകാരം ഇത് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് 1961 ഏപ്രിൽ 21 ജവഹർലാൽ നെഹ്റു ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. 1961 ഇതിൻ്റെ ഉദ്ഘാടനം നടക്കുന്നത്. ഇതിൻ്റെ ആസ്ഥാനം ഡൽഹിയാണ്. പേരിൽ തന്നെ മെഡിക്കൽ സയൻസ്, ഡോക്ടർ, അത് വെച്ചാൽ വൈദ്യശാസ്ത്ര മേഖല, അതാണ് ലക്ഷ്യം. അപ്പോൾ ആ വാക്കിൽ തന്നെയുണ്ട്. പക്ഷെ നമ്മൾ ഈ വർഷങ്ങൾ വളരെ വ്യക്തമായി പഠിക്കണം. നാഷണൽ അക്കാഡമി ഓഫ് മെഡിക്കൽ സയൻസസ് വർഷം 1961 ഏപ്രിൽ 21 ഇത് രജിസ്റ്റർ ചെയ്യപ്പെട്ട വർഷമാണ്. ഉദ്ഘാടനം ചെയ്തത് ജവഹർലാൽ നെഹ്റു ആണ്. ഉദ്ഘാടനം ചെയ്തത് ഡിസംബർ 19. 1961 ഏപ്രിൽ 21 രജിസ്റ്റർ ചെയ്യപ്പെടുന്നു. എന്നാൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് 1961 ഡിസംബർ 19 ന്യൂഡൽഹിയാണ് ആസ്ഥാനം. ഇനി നാഷണൽ 1961 ഏപ്രിൽ 21 ഇത് രജിസ്റ്റർ ചെയ്യപ്പെട്ടെങ്കിലും ഇങ്ങനെ ഒരു പേര് നാഷണൽ അക്കാഡമി ഓഫ് മെഡിക്കൽ സയൻസസ് എന്ന പേര് കിട്ടുന്നത് 1976
നവംബർ 16 എന്താണ് ലക്ഷ്യമെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്കറിയാം, പേരിലുണ്ട് മെഡിക്കൽ സയൻസസ്. അപ്പോൾ നമ്മുടെ രാജ്യത്തെ വൈദ്യശാസ്ത്ര മേഖലയിലെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുക. അപ്പോൾ നമ്മുടെ രാജ്യത്തെ വൈദ്യശാസ്ത്ര മേഖലയിലെ നല്ല ക്വാളിറ്റി ഓഫ് മെഡിക്കൽ സയൻസ് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുക. അതിൻ്റെ വൈദ്യശാസ്ത്ര വിദ്യാഭ്യാസം ഏറ്റവും മികച്ച നിലവാരത്തിലാക്കുക. അതുവഴി സാമൂഹിക മെഡിക്കൽ ലക്ഷ്യങ്ങൾ, അതുവഴി എന്തൊക്കെയാണോ മെഡിക്കൽ ലക്ഷ്യങ്ങൾ കൈവരിക്കേണ്ടത് അത് കൈവരിക്കണം. നമ്മളെ ഇന്ത്യയിൽ പഠിക്കുന്ന MBBS പഠിച്ചിറങ്ങുന്ന അല്ലെങ്കിൽ സമാനഗതിയിലുള്ള വൈദ്യശാസ്ത്ര മേഖലയിലെ ഒരു സംഭവം പഠിച്ചിറങ്ങുന്ന ഒരു കുട്ടിക്ക്, ഒരു കോഴ്സ് പഠിച്ചിറങ്ങുന്ന കുട്ടിക്ക് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള നോളജും അതേപോലെ സ്കില്ലും അവനിലുണ്ടാവണം. അത്തരത്തിലുള്ള വിദ്യാഭ്യാസം നൽകുക. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇത് ആരാ ഉദ്ഘാടനം ചെയ്തത്? ജവഹർലാൽ നെഹ്റു. ഇതിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയാണ്. ഇത് ഉദ്ഘാടനം ചെയ്യപ്പെട്ട എപ്പോഴാണ്? 1961 ഡിസംബർ 19 ഇതിന് ഇങ്ങനൊരു പേര് കിട്ടിയത് 1976 നവംബർ 16 ഓക്കെ. 22 അംഗങ്ങൾ അടങ്ങിയ ഒരു കൗൺസിലാണ് അക്കാഡമിയുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. ഈ വൈദ്യശാസ്ത്ര മേഖലയിലെ ഗുണനിലവാരം ഉയർത്തണം, ഇതിൻ്റെ കാര്യങ്ങൾ, അതാണ് ലക്ഷ്യം. അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് 22 പേരടങ്ങുന്ന ഒരു പാനലാണ്. നാഷണൽ അക്കാഡമി ഓഫ് മെഡിക്കൽ സയൻസസ് ആണ് നമ്മൾ കേട്ടതെങ്കിൽ, അടുത്ത് നമ്മൾ കേൾക്കാൻ പോകുന്നത് അഗ്രികൾച്ചർ, കൃഷിയുമായി. അതായത് രാസവളങ്ങൾ ഉപയോഗിച്ച് ഒരു കൃഷി ഇറക്കി അത് കാരണം മണ്ണിന് മലിനീകരണം, പൊല്യൂഷൻ ഉണ്ടാക്കി മണ്ണിനെ നശിപ്പിച്ച് ലോകത്തുള്ള ആൾക്കാർക്കെല്ലാം ക്യാൻസർ ഉണ്ടാക്കി, അത് വേണ്ട. അതിന് പകരം പരിസ്ഥിതി സൗഹൃദമായ സുസ്ഥിരമായ കൃഷി രീതികളുണ്ട്, അതിനെ പ്രോത്സാഹിപ്പിക്കുക. പരിസ്ഥിതിക്ക് യാതൊരു കേടും യാതൊരു കുഴപ്പവും ഉണ്ടാക്കാത്ത കൃഷി രീതികളെ പ്രോത്സാഹിപ്പിക്കുക. വിവിധ ദേശീയ അന്തർദേശീയ ഓർഗനൈസേഷനുകളിലെ തമ്മിലുള്ള ആശയവിനിമയം, ഈഗോ ഒന്നുമില്ലാതെ ഇതേ മേഖലയിൽ ഇതിനു വേണ്ടി പരിസ്ഥിതി സൗഹൃദമായ സുസ്ഥിര കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ മേഖലയുമായി ബന്ധപ്പെട്ട ഓർഗനൈസേഷനുകളുടെ ഗവേഷകർ തമ്മിലുള്ള ആശയവിനിമയം പ്രോത്സാഹിപ്പിക്കുക. കാർഷിക മേഖലയിലെ വിവിധ ശാസ്ത്രജ്ഞന്മാരുടെ ഗവേഷണ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും അതിന് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുക. പ്രസ്തുത മേഖലയിൽ വർക്ക്ഷോപ്പുകൾ, പൊതുചർച്ചകൾ, അന്താരാഷ്ട്ര സിംപോസിയങ്ങൾ ഇതെല്ലാം സംഘടിപ്പിക്കുക. നാഷണൽ അക്കാഡമി ഓഫ് അഗ്രികൾച്ചർ സയൻസ് സ്ഥാപിതമായ വർഷം 1990, ആസ്ഥാനം ന്യൂഡൽഹി. ഒറ്റ ലക്ഷ്യം, പരമമായ ലക്ഷ്യം പരിസ്ഥിതി സൗഹൃദമായ കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുക, സുസ്ഥിരമായ കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുക. അതിനു വേണ്ടി ഓർഗനൈസേഷനുകളിലെ ഗവേഷകർ തമ്മിൽ ആശയവിനിമയം നടത്താനുള്ള വേദികൾ, അവസരങ്ങൾ ഉണ്ടാക്കുക. ഇനി അതുപോലെ തന്നെ കാർഷിക മേഖലയിൽ ഗവേഷണങ്ങൾ നടത്തുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാതെ അവരെ പ്രോത്സാഹിപ്പിക്കുക, അവർക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകുക. പ്രസ്തുത മേഖലയിൽ ഈ പറയുന്ന അഗ്രികൾച്ചറുമായിട്ടുള്ള മേഖലയിലുള്ള പൊതുചർച്ചകൾ, വർക്ക്ഷോപ്പുകൾ ഇതെല്ലാം തയ്യാറാക്കുക. നാഷണൽ അക്കാഡമി ഓഫ് അഗ്രികൾച്ചറൽ സയൻസസ് സ്ഥാപിതമായ വർഷം 1990. ഇതിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹി, ഹെഡ്ക്വാർട്ടേഴ്സ് ന്യൂഡൽഹി ആണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച്. ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ICMR എന്ന പേരിലാണ് ഇതറിയപ്പെടുന്നത്. അതായത് ഇന്ത്യയിൽ മെഡിക്കൽ ഗവേഷണ രംഗത്തെ ഏറ്റവും പഴക്കം ചെന്ന സ്ഥാപനം, ഇന്ത്യയിൽ മെഡിക്കൽ റിസർച്ച് രംഗത്തെ ഏറ്റവും പഴക്കം ചെന്ന സ്ഥാപനമാണ് ICMR എന്ന്. 1911 സ്ഥാപിതമായ ഈ സ്ഥാപനം ആദ്യകാലങ്ങളിൽ ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് എന്ന പേരിലല്ല അറിയപ്പെട്ടത്. അന്ന് അറിയപ്പെട്ടിരുന്നത് IRFA എന്നാണ്, ഇന്ത്യൻ റിസർച്ച് ഫണ്ട് അസോസിയേഷൻ എന്നാണ്. 1911 അറിയപ്പെട്ടിരുന്നത്. 1911 ICMR അറിയപ്പെട്ടിരുന്നത് ഇന്ത്യൻ റിസർച്ച് ഫണ്ട് അസോസിയേഷൻ എന്നാണ്. 1941 ബയോമെഡിക്കൽ റിസർച്ച് ഫെലോഷിപ്പ് സ്കീം ആരംഭിച്ചു. 1949 IRFA ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് എന്ന് റീനെയിം ചെയ്യപ്പെട്ടു. അതായത് ICMR എന്ന്
IRFA റീനെയിം ചെയ്യപ്പെടുന്ന വർഷം 1949 ഈ പേര് കിട്ടുന്നത്. 1911 ഇത് ആരംഭിക്കുന്ന സമയത്ത് ICMRന്റെ പേര് ഇങ്ങനെ അല്ല, IRFA എന്നായിരുന്നു. ICMRന്റെ പേര് IRFA എന്നായിരുന്നു, ഇന്ത്യൻ റിസർച്ച് ഫണ്ട് അസോസിയേഷൻ എന്നായിരുന്നു ആദ്യത്തെ പേര്. 1949 അതിന് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് എന്ന പേര് കിട്ടിയത്. ഇതിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ഒരു കാര്യം നിങ്ങൾ ഓർമ്മിക്കുക, മെഡിക്കൽ റിസർച്ച് പേരിൽ തന്നെയുണ്ട്, ഗവേഷണം, മെഡിക്കൽ ഫീൽഡിലെ ഗവേഷണം. അതായത് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന മെഡിക്കൽ റിസർച്ച് സ്ഥാപനങ്ങളിൽ ഒന്ന്. ഇതിന് അത്രയും പ്രാധാന്യമുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും ടോപ്പിലുള്ള മെഡിക്കൽ റിസർച്ച് സ്ഥാപനം കൂടിയാണ്. ഇന്ത്യയിലെ ബയോമെഡിക്കൽ ഗവേഷണ രംഗത്തെ ഉന്നത സ്ഥാപനമാണ് ICMR. ICMR തുടങ്ങുമ്പോൾ IRFA എന്നാണ് പേര്, ഇന്ത്യൻ റിസർച്ച് ഫണ്ട് അസോസിയേഷൻ. ഇത് തുടങ്ങുന്നത് 1911, എന്നാൽ പുതിയ പേര് ICMR എന്ന പേര് കിട്ടിയത് 1949 ആണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത്. TIFR എന്നോ TIFR എന്നോ നമുക്ക് പറയാം. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ച് എന്നാണ്. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ച് എന്നാണ്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ്, കമ്പ്യൂട്ടർ സയൻസ്, സയൻസ് എഡ്യൂക്കേഷൻ, ഇതിലൊക്കെ ഗവേഷണങ്ങൾ നടത്തുന്ന ഏറ്റവും ഉന്നതമായ ഒരു സ്ഥാപനമാണ് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ച്, TIFR, ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ച്. ഇത് സ്ഥാപിതമായത് 1945 ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ബയോളജി ഇങ്ങനെ തുടങ്ങുന്ന കമ്പ്യൂട്ടർ സയൻസ്, സയൻസ് എഡ്യൂക്കേഷൻ, ഇതിലെല്ലാം ഗവേഷണങ്ങൾ നടത്തുന്ന ചെറിയ സ്ഥാപനമല്ല, ഉന്നതമായ സ്ഥാപനം. സ്ഥാപിതമായ വർഷം 1945. ഇതിൻ്റെ ആസ്ഥാനം മുംബൈയിലാണ്. സ്ഥാപിച്ചത് ഡോക്ടർ ഹോമി ജെ ഭാഭ. അപ്പോൾ സർ ദോറാബ്ജി ടാറ്റയുടെ പിൻബലത്തോടെ ഇത് സ്ഥാപിക്കുന്നത് ഡോക്ടർ ഹോമി ജെ ഭാഭ, സർ ദൊറാബ്ജി ടാറ്റയുടെ പിൻബലത്തോടെയാണ് ഇങ്ങനെ ഒരു ഉന്നതമായ ഒരു ഗവേഷണ സ്ഥാപനം ആരംഭിക്കുന്നത്. 1945 ആസ്ഥാനം മുംബൈ ആണ് എന്നുകൂടി പഠിക്കുന്നു. ക്ലിയർ ആണ്. അടുത്തത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്, IISc, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്. IIScയെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇതിൻ്റെ സ്ഥാപകനും ആര് തന്നെയാണ്? ജംഷഡ്ജി ടാറ്റ തന്നെയാണ്. കൃഷ്ണരാജ വാദിയറും അതേപോലെ ജംഷഡ്ജി ടാറ്റയും ചേർന്നാണ് ഇങ്ങനെ ഒരു സ്ഥാപനം, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിന് രൂപം കൊടുക്കുന്നത്. ഏത് വർഷം? 1909 മെയ് 27 ബാംഗ്ലൂർ ആസ്ഥാനമാക്കിക്കൊണ്ട്. ബംഗളൂരു ആണ് ഇതിൻ്റെ ആസ്ഥാനം. ആദ്യകാലങ്ങളിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എന്നല്ല അറിയപ്പെട്ടിരുന്നത്, ടാറ്റ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. കാരണം ജംഷഡ്ജി ടാറ്റയും കൃഷ്ണരാജ വാദിയറും ചേർന്ന് രൂപം കൊടുക്കുന്ന സ്ഥാപനമാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എന്നത്. പക്ഷേ ഇത് ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്നത് ടാറ്റ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ്. ആദ്യത്തെ ഡയറക്ടർ എന്ന് പറയുന്നത് മൊറിസ് ട്രാവേഴ്സ് ആണ് ആദ്യത്തെ ഇതിൻ്റെ ഡയറക്ടർ. ഇതിൻ്റെ ഡയറക്ടർ പദവിയിലെത്തുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ CV രാമനാണ്. CV രാമൻ 1934 ഒരു സ്ഥാപനം സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഈ ക്ലാസ് ആരംഭിക്കുന്നത്. CV രാമൻ പ്രസിഡന്റ് ആയിക്കൊണ്ട് CV രാമനെ സ്ഥാപകനാക്കിക്കൊണ്ടുള്ള സ്ഥാപനം. പേര് നിങ്ങളുടെ മനസ്സിൽ ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. 2022 ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ പുറത്തിറക്കിയ ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ ഏഷ്യ യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിൽ ഇന്ത്യയിൽ നിന്നും ടൈംസിൻ്റെ ഹയർ എഡ്യൂക്കേഷൻ പുറത്തിറക്കിയ ആ ഒരു റാങ്കിങ്ങിൽ 1-ാം സ്ഥാനം എത്തിയത് ഈ സ്ഥാപനമാണ്. അപ്പോൾ ജംഷഡ്ജി ടാറ്റയുടെ ഈ സ്ഥാപനമാണ്, അദ്ദേഹം രൂപകൽപ്പന ചെയ്ത, അദ്ദേഹം സ്ഥാപകനായിട്ടുള്ള ഈ സ്ഥാപനത്തിനാണ് 2022 ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ പുറത്തിറക്കിയ റാങ്കിങ്ങിൽ 1-ാം സ്ഥാനം കിട്ടിയത് എന്നതും ഇതിനകത്ത് ഏറ്റവും പ്രാധാന്യമുള്ളത്. സ്ഥാപകൻ ആര് എന്ന് ചോദിച്ചാൽ ജംഷഡ്ജി ടാറ്റയും കൃഷ്ണരാജ വാദിയറും ആണ്. ഇതിലെ ആദ്യത്തെ പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചാൽ മൊറിസ് ട്രാവേഴ്സ് ആണ്. എന്നാൽ ഇതിൻ്റെ പ്രസിഡന്റ് ആകുന്ന ഇതിൻ്റെ അധ്യക്ഷനാകുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ CV രാമനാണ്. ഇത് ആരംഭിച്ചത് 1909 മെയ് 27 ഓക്കെ. അടുത്തത് മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസ്.
ഓക്കെ, മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസിനെ കുറിച്ച് സാധാരണ PSC പരീക്ഷകൾ ചോദിക്കാറുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് ഇത് ഏത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലായിരുന്നു എന്നതാണ്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഓഷ്യൻ ഡെവലപ്മെൻറ്റിൻ്റെ കീഴിലായിരുന്നു ഇത്. അതായത് മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസ്, മിനിസ്ട്രി ഓഫ് എർത്ത് എന്താണെന്ന് നമുക്കറിയാം, പറയേണ്ട കാര്യമില്ല. അപ്പോൾ മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസ്, മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസ് ഏതിൻ്റെ കീഴിലായിരുന്നു എന്ന് ചോദിച്ചാൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഓഷ്യൻ ഡെവലപ്മെൻറ്റിൻ്റെ കീഴിലായിരുന്നു. 1981 മുതൽ 81 ജൂലൈ വരെ. പിന്നീടാണ് അതൊരു സ്വതന്ത്രമായ ഒരു വകുപ്പായിട്ട് നിലവിൽ വന്നത്. 1982 മാർച്ച് മുതലാണ് ഇതൊരു സ്വതന്ത്രമായ ഒരു വകുപ്പായിട്ട് നിലവിൽ വന്നത്. ഇതിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ്, പൃഥ്വി ഭവൻ. ഇതിൻ്റെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ പറയണം, പൃഥ്വി ഭവനാണ്. പൃഥ്വി ഭവൻ. ശ്രദ്ധിക്കണം, മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസ് കാലാവസ്ഥ, സമുദ്രം, തീരദേശ സംസ്ഥാനങ്ങൾ, ഹൈഡ്രോളജി, സീസ്മോളജി, പ്രകൃതിദത്ത അപകടങ്ങൾ എന്നിവയ്ക്കായി സേവനങ്ങൾ നൽകാൻ വേണ്ടിയിട്ടുള്ള ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു മന്ത്രാലയമാണ് ഈ പറയുന്നത്. ഓക്കെ, അപ്പോൾ അതുപോലെ നാഷണൽ സെൻറ്റർ ഫോർ സീസ്മോളജി എർത്ത് സയൻസ് മന്ത്രാലയത്തിൻ്റെ കീഴിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. 2017 ഭൂകമ്പങ്ങളുമായി ബന്ധപ്പെട്ട് നാഷണൽ സെൻറ്റർ ഫോർ സീസ്മോളജി പുറത്തിറക്കിയ ഒരു ആപ്പുണ്ട്. അതിൻ്റെ പേരാണ് ഇന്ത്യാക്യുക്ക് എന്നാണ് അതിൻ്റെ ആപ്പിൻ്റെ പേര്. ഇനി നമുക്ക് ഇതിനകത്ത് നോക്കേണ്ടത് ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച്, ഓക്കെ, ഐക്കാർ എന്നോ അല്ലെങ്കിൽ ICAR എന്നോ പറയാം. ഐക്കാർ എന്ന് പറയുന്നത് ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് ആണ്. 1929 ജൂലൈ 16 ഐക്കാർ എന്ന് പറയുന്നത് രൂപം കൊള്ളുന്നത്. 1929 ജൂലൈ 16 മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചറിൻ്റെ കീഴിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചറിൻ്റെ കീഴിലാണ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച്, ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് ഐക്കാർ, ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് ഐക്കാർ 1929 ജൂലൈ 6 രൂപം കൊള്ളുന്നു. ഇത് പ്രവർത്തിക്കുന്നത് മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചറിൻ്റെ കീഴിലാണ്. ഇതിൻ്റെ പ്രസിഡന്റ് കേന്ദ്ര കൃഷി വകുപ്പ് മന്ത്രിയാണ്. ഇത് പണ്ടുകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്ന പേര് ഇമ്പീരിയൽ, ശ്രദ്ധിച്ചു കേൾക്കണം, ഇമ്പീരിയൽ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് എന്നാണ്. ഇമ്പീരിയൽ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് എന്നാണ് പഴയകാല പേര്. രാജ്യത്ത് ഹോർട്ടിക്കൾച്ചർ, ഫിഷറീസ്, അനിമൽ സയൻസ് ഇതുമായി ബന്ധപ്പെട്ട കാർഷിക മേഖലയിലെ ഗവേഷണം, വിദ്യാഭ്യാസം ഏകോപിപ്പിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനുമുള്ള ഒരു സ്ഥാപനം, ഒരു പരമോന്നത സ്ഥാപനമാണ്. എന്താണ്? രാജ്യത്തുടനീളം ഹോർട്ടിക്കൾച്ചർ, ഫിഷറീസ്, അനിമൽ സയൻസ് എന്നിവ ഉൾപ്പെടെയുള്ള കാർഷിക മേഖലയിലെ ഗവേഷണം, വിദ്യാഭ്യാസം ഒക്കെ ഏകോപിപ്പിക്കുക, പ്രോത്സാഹിപ്പിക്കുക, ഉന്നതിയിലേക്ക് എത്തിക്കുന്ന പരമോന്നതമായ ഒരു സ്ഥാപനമാണ് ഐക്കാർ എന്ന് പറയുന്നത്. 1929 ജൂലൈ 16 ഇത് സ്ഥാപിതമാകുന്നു. ഇതിൻ്റെ പ്രസിഡന്റ് കേന്ദ്ര കൃഷി വകുപ്പ് മന്ത്രിയാണ്. ഇത് ഏതിൻ്റെ കീഴിലുള്ള സ്ഥാപനമാണ് എന്ന് ചോദിച്ചാൽ മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചറിൻ്റെ കീഴിലാണ് ഇത് ഉള്ളത്. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ ജേണൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് ഐക്കാറിൻ്റെ പ്രസിദ്ധീകരണമാണ്. ഇന്ത്യൻ ജേണൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച്, ഇന്ത്യൻ ജേണൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് ഐക്കാറിൻ്റെ പ്രസിദ്ധീകരണമാണ്. ഇന്ത്യൻ ജേണൽ ഓഫ് അനിമൽ സയൻസ് അത് പുറത്തിറക്കുന്നതും ഐക്കാറാണ്. ഐക്കാർ പുറത്തിറക്കുന്ന 2 പ്രസിദ്ധീകരണങ്ങളാണ് ഇന്ത്യൻ ജേണൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച്, അതേപോലെ തന്നെ ഇന്ത്യൻ ജേണൽ ഓഫ് അനിമൽ റിസർച്ച്. ഇത് രണ്ടും പുറത്തിറക്കുന്നത് ഐക്കാർ എന്ന് പറയുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ക്ലാസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾക്ക് ഈ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യണം. സയൻസ് ആൻഡ് ടെക്നോളജി എന്നല്ല, സെക്രട്ടറി ടെസ്റ്റിൻ്റെ മുഴുവൻ ടോപ്പിക്കുകളും നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് ഈ നമ്പറാണ് എൻ്റെ പേഴ്സണൽ നമ്പർ. ഈ നമ്പറിലേക്ക് നിങ്ങൾ വിളിച്ചാൽ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ 99502707 എന്നാണ്. നിങ്ങൾ വിളിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽ മുഴുവനായി ഞാൻ പറഞ്ഞു തരാം. നിങ്ങളെ ഈ ക്ലാസ്സിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഒരു കാരണവശാലും നിങ്ങൾ ഈ ക്ലാസ് എടുത്തിട്ട് അയ്യോ ഈ ക്ലാസ് അത്ര നിലവാരമില്ല അല്ലെങ്കിൽ പോരായിരുന്നു ഒന്നും നിങ്ങൾ പറയില്ല. അത്രയും ബെസ്റ്റ് ക്ലാസ്സുകളാണ് ഓരോ ക്ലാസ്സുകളും. വളരെ ഗംഭീരമായി സിസ്റ്റമാറ്റിക്കായി പ്രിലിംസും മെയിൻസും ഇൻ്റർവ്യൂ ഒക്കെ നമുക്ക് പാസ്സാകാൻ ഇത്രയും ആണ് നമ്മുടെ ഫീസ്. ഇതിൻ്റെ കൂടെ GST കൂടിയുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ഫീസ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ നേരെ ആദ്യം ചെയ്യേണ്ടത് പ്ലേ സ്റ്റോറിൽ പോവുക. ഹാജാസ് ക്ലാസ്സസ് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്, അത് ഇൻസ്റ്റാൾ ചെയ്യുക.
അതിനകത്ത് സെക്രട്ടറി അസിസ്റ്റൻ്റ് എന്ന് പറയുന്നൊരു ബാച്ച് ഉണ്ട്, അത് ഓപ്പൺ ചെയ്യുക. അതിനകത്ത് ബൈ നൗ എന്ന് കാണിക്കും, ബൈ നൗ കൊടുക്കുക. പേയ്മെൻറ്റ് അടയ്ക്കാനുള്ള ഓപ്ഷൻ വരും, നിങ്ങൾക്ക് പേയ്മെൻറ്റ് അടയ്ക്കാം. ഇനി ഈ പേയ്മെൻറ്റ് അടയ്ക്കുന്ന രീതിയൊന്നും അറിഞ്ഞുകൂടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ വിളിക്കുക. എന്നിട്ട് എൻ്റെ ഈ നമ്പറിലോട്ട് GPay ചെയ്തിട്ട് എന്നെ വിളിച്ചാൽ ഞാൻ ഇവിടെ നിന്ന് തന്നെ അത് നിങ്ങൾക്ക് കിട്ടുന്ന രീതിയിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ നിന്ന് ചെയ്തു തരുന്നതായിരിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇനി ഈ നമ്പറിൽ വിളിക്കുക. അപ്പോൾ എല്ലാവരും സെക്രട്ടറി അസിസ്റ്റൻ്റ് ഈ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് അടുത്ത് ഉടൻ തന്നെ സെക്രട്ടറി അസിസ്റ്റൻറ്റുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ലാസ്സിൽ വീണ്ടും കാണാം. ബൈ ബൈ.